നമസ്കാരം, നിഖിലാണ്. ഡിജിഡ്രൈവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ള വാഹനം MGയുടെ ഏറ്റവും പുതിയ വിൻസർ EV പ്രോയാണ്. ഈ ഒരു വാഹനം ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. കാരണം അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വെർഷൻ, ഒരു വേരിയൻറ്റ് അല്ലെങ്കിൽ വെർഷൻ എന്ന് തന്നെ പറയാം, അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വെർഷൻ വന്നിട്ടുണ്ട്. പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകളൊക്കെ പലതും പരിചയപ്പെടുമ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ഇപ്പം ഐഫോൺ ആണെങ്കിൽ ഐഫോണിൻ്റെ 12 Pro അല്ലെങ്കിൽ 13 Pro 15 Pro എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഗാഡ്ജറ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. കാരണം MGയുടെ വാഹനം നമ്മൾ ഇത് ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ്, ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു ഗാഡ്ജറ്റാണ്, പ്രോയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് MG വിൻസർ EV Pro എന്ന ഈ ഒരു പുതിയ വാഹനത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ 10 പ്രത്യേകതകളാണ് ആദ്യം നോക്കേണ്ടത്. ആദ്യത്തെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ ഈ വാഹനം ഇതിന് മുമ്പിറങ്ങിയ വിൻസർ EVക്ക് ഉണ്ടായിരുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഒരു 320-330 ഒക്കെ ആയിരുന്നു. പക്ഷേ 350-360 ഒക്കെ റേഞ്ച് കിട്ടുന്ന ആളുകളുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് വിൻസർ EV ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് ഞാൻ ചോദിച്ച സമയത്ത്, ഇപ്പോൾ ഈ ഒരു വാഹനം ഞാൻ റിവ്യൂ എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചിട്ട് എത്ര കിട്ടുന്നുണ്ടായിരുന്നു എന്ന് ഒരു നമ്മൾ വെറുതെ ഒരു ഇതിന് ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചതാണ്, എത്ര കിട്ടുന്നുണ്ടായിരുന്നു റേഞ്ച് എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് 360-370 ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ വീട് തിരുവല്ലയാണ്. തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരം പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്, തിരിച്ച് എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു 360-370 380 റേഞ്ച് പലപ്പോഴും, അതായത് ചില ഓടിക്കുന്ന പോലെ ഇരിക്കും, വാഹനം ഓടിക്കുന്ന പോലെ. അവർ 2 പേരാണ് പോയതെന്ന് പറഞ്ഞു. AC-യുടെ ഒരു സ്പീഡ് അത് 2-ലിട്ടിട്ടാണ് ഇതെന്ന് പറഞ്ഞു. അങ്ങനെ ഓടിക്കുന്ന രീതി, വാഹനത്തിൻ്റെ ഓടിക്കുന്ന രീതി ഒക്കെ ഉണ്ട്. ആ രീതിയൊക്കെ അനുസരിച്ചാണെങ്കിൽ 370-380 ഒക്കെ പലപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ 449 കമ്പനി റേഞ്ച് പറയുന്നത്. അതായത് എങ്ങനെ ഓടിച്ചാലും ഒരു 400-ന് മുകളിൽ എങ്ങനെയായാലും റേഞ്ച് കിട്ടും. അതായത് മുൻപ് പറഞ്ഞതിൽ നിന്നും 100 കിലോമീറ്റർ അധികമായി റേഞ്ച് കിട്ടും. അതായത് 450 റേഞ്ച് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടിയൊക്കെ നമ്മൾ കെയർ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ വീണ്ടും റേഞ്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പറഞ്ഞതുപോലെ തന്നെ റേഞ്ചാണ്. 449 കിലോമീറ്റർ റേഞ്ചാണ് MG ഈ ഒരു വാഹനത്തിന് അവകാശപ്പെടുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതയിലേക്ക് വരുമ്പോൾ അത് ബാറ്ററി പാക്കാണ്. 52.9 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ റേഞ്ച് കിട്ടാൻ സഹായിക്കുന്നത് ഈ ഒരു പുതിയ ബാറ്ററി പാക്കാണ്. ഈ ഒരു വാഹനത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ADAS വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഈ ഒരു വിൻസറിൽ ADAS വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ADAS ലെവൽ 2 വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ ടയറുകളാണ്. അതായത് പുതിയ 18 ഇഞ്ചിൻ്റെ മെഷീൻ കട്ട് അലോയ്സാണ്, ഡ്യുവൽ ടോണാണ് അലോയ്സാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വിൻസർ EVയിൽ നിന്നും EV പ്രോയിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് അതാണ്. ഈ പുതിയ 18 ഇഞ്ചിൻ്റെ പുതിയ ആ ഒരു അലോയ്സാണ്. ഈ ഒരു വാഹനത്തിൻ്റെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു ടെയിൽ ഗേറ്റ് തന്നെയാണ്. അത് ഇലക്ട്രിക്കലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ടെയിൽ ഗേറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇതിന് മുൻപുണ്ടായിരുന്നത് മാനുവലായിരുന്നെങ്കിൽ ഇത് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ടെയിൽ ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് കീ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഒപ്പം നമുക്ക് അകത്തെ ആ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതുപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആറാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. അതായത്
മുൻപുണ്ടായിരുന്ന ആ ഒരു വിൻസർ EVയിൽ നിന്നും ഇൻറ്റീരിയറിൽ കാര്യമായ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കളർ തന്നെയാണ് ഏറ്റവും വലിയ, അതായത് ഈ ഒരു ഡ്യുവൽ ടോൺ ഐവറി ഇൻറ്റീരിയർ എന്ന് പറയും. അതായത് ഇൻറ്റീരിയറിലെ കളറുകൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. പുതിയൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രീമിയം ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ പ്രീമിയം ഫീൽ വാഹനത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഇൻറ്റീരിയറാണ് വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ വാഹനത്തിൽ പ്രീമിയം ഫീൽ ഉണ്ടെങ്കിലും പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ എന്തായാലും തോന്നി. പക്ഷേ വളരെ മനോഹരമായ ഇൻറ്റീരിയറാണ്. ഈ പറഞ്ഞതുപോലെ ഡ്യുവൽ ടോൺ ഐവറി ഇൻറ്റീരിയർ, അത് വാഹനത്തിനുള്ള പ്രീമിയം ഫീൽ എന്തായാലും നൽകുന്നുണ്ട്. ഇനി ഏഴാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ആണ്. അതായത് ഈ ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വാഹനം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് എംജിയുടെ വാഹനങ്ങളോ മറ്റു വാഹനങ്ങളോ ഒക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് V2V ഈ ഒരു വാഹനത്തിലുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. എട്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് അത് വെഹിക്കിൾ ടു ലോഡാണ്. നമ്മൾ മുമ്പ് മറ്റ് പല വാഹനങ്ങളും പരിചയപ്പെട്ട സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, യാത്ര ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഈ വാഹനം ഒരു പവർ ഹബ്ബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇതിൽ നിന്ന് പവർ എടുത്തുകൊണ്ട് മറ്റ് വസ്തുക്കളൊക്കെ, ഇപ്പോൾ നമുക്ക് പവർ ഹബ്ബായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, കുക്കിംഗ് ഒക്കെ നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇത് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതുകൊണ്ട് ഈ വാഹനത്തിലെ എട്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ, ഒരു ആഡ് ഓൺ, മുൻപുണ്ടായിരുന്ന വിൻസറിനേക്കാൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വെഹിക്കിൾ ടു ലോഡ് എന്ന ഫീച്ചറാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒൻപതാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതയിലേക്ക് വരുമ്പോൾ, അതായത് ഈ ഒരു MG വിൻസർ EV പ്രോയുടെ ഒൻപതാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ മാറ്റം, പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് കളറാണ്. 3 പുതിയ കളർ വേരിയൻറ്റുകളിൽ ഈ ഒരു വാഹനം ലഭ്യമാണ്. ഒരു ബ്ലൂ, ഒപ്പം സിൽവർ, റെഡ്, അങ്ങനെ 3 കളർ വേരിയൻറ്റുകളിൽ ഈ ഒരു പുതിയ വാഹനം ലഭ്യമാണ്. വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ഒരു ഗ്ലാസ് റൂഫ് തന്നെയാണ്. ഈ സെഗ്മെൻറ്റിൽ, ആദ്യം ഫസ്റ്റ് സെഗ്മെൻറ്റിലാണ് ഇൻഫിനിറ്റി വ്യൂ, അതായത് വളരെ മികച്ച ഒരു വ്യൂ കിട്ടുന്നതിന് ഇൻഫിനിറ്റി വ്യൂയിലുള്ള ഗ്ലാസ് റൂഫ്, ഒരു സൺ റൂഫ് നൽകുന്നത്. അതായത് നമുക്ക് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായി നമുക്ക് കാഴ്ചകൾ കാണുന്നതിന് ആസ്വദിക്കുന്നതിന് വേണ്ടിയൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കൈ റൂഫ് അല്ലെങ്കിൽ സൺ റൂഫ് എന്ന് പറയാൻ സാധിക്കും. അതാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ 10 പ്രത്യേകതകൾ കണ്ടു. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തെ അടുത്തറിയേണ്ടതുണ്ട്. വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളുടെ റോഡുകളിലൊക്കെ വിൻസർ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും. കാരണം ഈ കോമിക് ബുക്കുകളിലൊക്കെ കാണുന്ന കാറുകളുടെയൊക്കെ ഡിസൈനുമായിട്ടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു വിൻസറിന് നൽകിയിട്ടുള്ളത്. അത് മുൻഭാഗം ഇത് കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒന്ന് താഴേക്കൊരു കട്ടിങ്, വീണ്ടും താഴോട്ട് ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈനാണ് ഈ വാഹനത്തിലുള്ളത്. അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് തുടങ്ങിയാൽ മുൻഭാഗത്തൊത്ത നടുവിലായിട്ട് MGയുടെ ആ ഒരു ലോഗോ അതിങ്ങനെ തലയുറന്നിപ്പുണ്ട്. താഴെ മോറിസ് ഗാരേജ് എന്ന ആ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അതാണ് മുൻഭാഗത്തെ പ്രധാന ആകർഷണം. പിന്നീട് ഇതാ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു 360 ഡിഗ്രിയുടെ ക്യാമറ നൽകിയിട്ടുണ്ട്. താഴേക്കൊക്കെ വരുമ്പോൾ അല്ലേ അഡാസിൻ്റെ സെൻസറൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു എയർ ഡാമുകളൊക്കെ വളരെ മനോഹരമായ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഹെഡ് ലാമ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്, ടേൺ ഇൻഡിക്കേറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും DRLും ഒപ്പം ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സവിശേഷത. ഇത്രയൊക്കെയാണ് മുൻഭാഗത്തെ പ്രധാന ആകർഷണം. ഒപ്പം കുറച്ച് ക്രോം എലമെൻറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുൻഭാഗത്തെ പ്രധാനപ്പെട്ട സവിശേഷത പ്രത്യേകതകൾ അതൊക്കെയാണ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ DRLും ടേൺ ഇൻഡിക്കേറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് ഇവിടെ 1-2 ക്രോം എലമെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡിസൈൻ
രണ്ട് തട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു ഡിസൈൻ, അതാണ് വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ട് നൽകിയിട്ടുള്ളത്. ഒപ്പം താഴേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വാഹനത്തിൻ്റെ ആ ഒരു ടയർ അലോയ്സിൽ വ്യത്യാസമുണ്ട്. ടയർ 18 ഇഞ്ചാണ്, 215 55 പ്രൊഫൈലിലുള്ള 18 ഇഞ്ച് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അവിടുന്ന് വീണ്ടും നമ്മൾ വശത്തേക്ക് പോകുമ്പോൾ ഈ റിയർ വ്യൂ മിറർ മുന്നിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റിയർ വ്യൂ മിററാണ്, ബോഡി കളറാണ്. അതിൽ ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് വശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു മുൻഭാഗത്ത് നിന്ന് ഈ ഒരു ഡിസൈൻ കട്ടിങ് ഇല്ലേ, അതിൻ്റെ താഴെയും തുടങ്ങിയൊരു ക്രോം ലൈൻ ഇങ്ങനെ പിൻഭാഗത്തേക്ക് പോകുന്നുണ്ട്. അത് പിൻഭാഗം വരെ പോയി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷത. പിന്നീട് വരുമ്പോൾ ഡോർ ഹാൻഡിൽ ഫ്ലഷ് ഡോർ ഹാൻഡിലുകളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന പല വാഹനങ്ങൾക്കും നൽകുന്ന സമാനമായ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ്. താഴെ കുറച്ച് ക്രോം എലമെൻറ്റും ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള കുറച്ച് ഡിസൈനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആക്സസറീസാണ്, അതായത് എക്സ്ട്രാ വരുന്നതാണ്. ഈ മോറിസ് ഗ്യാരേജ് എന്നുള്ള എഴുത്തും ഒപ്പം ഇതൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടുന്ന് പിന്നീട് പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഇതല്ലേ, നല്ല പിൻഭാഗത്തിരിക്കുന്നവർക്ക് നല്ല വിസിബിലിറ്റി നൽകുന്ന രീതിയിലുള്ള വിൻഡോയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. EV Proയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണിത്. ഓട്ടോ ടെയിൽ ഗേറ്റ് ആണ്. ഇങ്ങനെ നിന്ന് വെറുതെ ഒന്ന് കൈ വേവ് ചെയ്ത് കഴിഞ്ഞാൽ കീ പോക്കറ്റിലുണ്ടെങ്കിൽ അത് തനിയെ ഓപ്പണായി വരുന്ന ഒരു രീതിയാണ് ഇതിലുള്ളത്. അതാണ് പിൻഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതാണ്. വളരെ മനോഹരമായൊരു ക്യൂട്ട് ഡിസൈനാണ് കേട്ടോ ടെയിൽ ലാമ്പിലൊക്കെ ഉള്ളത്. ഇതൊക്കെ വിൻസർ EVയിൽ ഉണ്ടായിരുന്നതിന് സമാനമാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇങ്ങനൊരു ഇത് നൽകിയിട്ടുണ്ട്, പാർക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ്, ബ്രേക്ക്, സ്റ്റോപ്പ് ലാമ്പ് ഒക്കെ ഇതിനകത്തായിട്ട് നൽകിയിട്ടുണ്ട്. കണക്റ്റഡ് ആണ് ഈ ഒരു ടെയിൽ ലാമ്പ്. ഇവിടെ EVയുടെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഒത്ത നടുവിലായിട്ട് വിൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്, ഡാസിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിൻഭാഗത്തെയും ഡിസൈൻ ഇത്രയൊക്കെയാണ്. എന്താണ് വളരെ മനോഹരമായ. ഇനി പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ റിഫ്ലക്റ്റ് 2 വശത്തായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാർക്കിംഗ് സെൻസറുകൾ, ഇവിടെ ക്യാമറ ഉണ്ട്, 360 ക്യാമറ. ഇവിടെ പാർക്കിംഗ് സെൻസറുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ പുറത്തു നിന്നുള്ള കാഴ്ച. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് വരുമ്പോൾ 604 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അതായത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് എന്നാണ് MG ഇതിന് അവകാശപ്പെടുന്നത്. 604 ലിറ്റർ ഉണ്ട് ബൂട്ട് സ്പേസ്. ഒപ്പം നമുക്ക് ഈ 2 സീറ്റുകളും 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വാഹനത്തിൻ്റെ ബൂട്ടിലെ സ്പേസ് നമുക്ക് എന്തായാലും കൂട്ടാനും സാധിക്കും. ഒപ്പം ഇതിലിപ്പോൾ വരുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ചാർജർ ഇതിനുള്ളിൽ വരുന്നുണ്ട്. ഒപ്പം പഞ്ചർ കിറ്റ് വരുന്നുണ്ട്. പിന്നീട് ഇതിനടിയിലേക്ക് പോകുമ്പോൾ അടിയിലായിട്ട് സാധാരണ വാഹനങ്ങളുടെ സ്പെയർ വീൽ വരുന്ന സ്ഥാനത്ത് സ്പെയർ വീൽ ഇല്ല, പകരം ഒരു സബ് വൂഫറും ഇതിനുള്ളിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു പ്രീമിയം ഇൻറ്റീരിയർ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ MG കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഹനത്തിലേക്ക് കയറുമ്പോൾ നമ്മളെ പ്രധാനമായും അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 15.6 ഇഞ്ചിൻ്റെ ഈ വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒട്ടുമിക്ക കൺട്രോളുകളും ഈ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് പറയാം. ഇത് വാഹനത്തിൻ്റെ ഒരു കൺട്രോൾ സെൻറ്റർ എന്ന് പറയാം. നമ്മൾ വാഹനത്തെ ആദ്യം പറഞ്ഞപ്പോൾ ഇതൊരു ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഫിസിക്കൽ സ്വിച്ചുകൾ ഇതിനകത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്, മറ്റ് സ്വിച്ചുകളൊന്നും തന്നെ ഇതിൽ നൽകിയിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാൻ പോലും ഈ ഒരു ടച്ച് സ്ക്രീൻ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ അത് ചില സമയത്തെങ്കിലും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ, കാരണം ഫിസിക്കൽ സ്വിച്ചുകൾ ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിലെല്ലാ സെറ്റിങ്സും ഉള്ളത് കൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഹോമിൽ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അത്യാവശ്യം വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പലതും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലോ അത് ഓഫ് ചെയ്യണമെങ്കിലോ ഓൺ ആക്കണമെങ്കിലോ ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നമ്മളൊന്ന് യൂസ്ഡ് ആയാൽ അത് വളരെ ഈസി ആയിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് കണ്ടില്ലേ, ഇതിൽ നിരവധി ഫീച്ചേഴ്സ് നിരവധിയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ജിയോയുടെ കണക്ഷൻ ഉണ്ട്, ജിയോയിട്ട് കണക്റ്റഡ് ആണ്. ഒപ്പം വോയിസ് കമാൻഡ് ഉണ്ട്, 360 ക്യാമറയുടെ വ്യൂ അത് വളരെ വലുതാണ്. കണ്ടോ, നമ്മുടെ ക്യാമറ വ്യൂ ഉണ്ട്, അത് വലിയൊരു സ്ക്രീൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം മോഡുകൾ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് മറ്റ് സ്വിച്ചുകളൊന്നും ഫിസിക്കൽ സ്വിച്ചുകളൊന്നും അതിനും നൽകിയിട്ടില്ല. ഒപ്പം നേരത്തെ പറഞ്ഞ മിറർ ഫോൾഡ് ചെയ്യുക, അൺഫോൾഡ് ചെയ്യുക, ലൈറ്റിൻ്റെ കൺട്രോളുകൾ, മ്യൂസിക് പ്ലെയറുകൾ, അതെല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഹോമിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഈ ഒരു ടച്ച് സ്ക്രീനിലെ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതില്ല, ഇവിടെയൊക്കെ ഒത്തിരി സ്ഥലം നമുക്കുണ്ട്. മുൻഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വന്നത് എ സിയുടെ വെൻ്റൊക്കെ കണ്ടില്ലേ, വളരെ മനോഹരമായ ഡിസൈനാണ് എ സിയുടെ വെൻറ്റുകൾക്കൊക്കെ നൽകിയിട്ടുള്ളത്. അതൊരു വര പോലെ നൽകിയിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വുഡൻ ഫിനിഷൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ എ സിയുടെ ആ ഒരു വെൻറ്റിന് താഴെയായിട്ട് ഇവിടെ എ സിയുടെ കൺട്രോൾ സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. ആ ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകൾ മാത്രമാണ് ഫിസിക്കൽ സ്വിച്ചുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 3 കപ്പ് ഹോൾഡറുകൾ നൽകിയിട്ടുണ്ട്. വലിയൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഇതിൽ തന്നെ നമ്മുടെ വയർലെസ് ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർജർ ഇവിടെ നൽകിയിട്ടുണ്ട്, വയർലെസ് ചാർജർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലായിട്ട് ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇതിന് താഴെയായിട്ട് ഇതൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സെൻട്രൽ പാനലാണ്. അതിൻ്റെ താഴെയായിട്ടും നമുക്കൊരു വലിയ സ്പേസ് വരുന്നുണ്ട്. അവിടെ 2 ചാർജിങ് പോയിൻറ്റുകളും വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെയൊക്കെ കാര്യങ്ങൾ. ഇനി പറയാനുള്ളത്, ഇവിടെ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇത് വാഹനത്തിൻ്റെ ക്ലസ്റ്ററാണ്. അഡാസിൻ്റെ കാര്യങ്ങളും വാഹനത്തിൻ്റെ റേഞ്ചും കാര്യങ്ങളും എല്ലാം അതിൽ നമുക്ക് കാണാൻ പറ്റും. മുന്നിൽ പോകുന്ന വാഹനത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, അഡാസിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒപ്പം വാഹനത്തിൻ്റെ പവർ, സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കിലോമീറ്റർ, റേഞ്ച്, ബാറ്ററിയിൽ എത്ര അവശേഷിക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് അതിൽ അറിയാൻ സാധിക്കും. പിന്നെ ഒന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ നമുക്ക് കുറച്ച് കൺട്രോൾ സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വോളിയം കൺട്രോളും മീഡിയ കൺട്രോളും ഉള്ള സ്വിച്ചുകൾ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ആ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒത്ത നടുവിലായിട്ട് MGയുടെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. സാധാരണ വാഹനങ്ങളിൽ വൈപ്പറൊക്കെ ഓണാക്കുന്ന സ്വിച്ചുണ്ടല്ലോ, അവിടെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റർ നൽകിയിട്ടുള്ളത്. അതായത് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ആ 3 സ്വിച്ചുകൾ അവിടെ നൽകിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട്, ഈ വശത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും ഒപ്പം വൈപ്പറിൻ്റെ കൺട്രോളും ഈ റൈറ്റ് സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു വലിയ മിറർ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള മിറർ നൽകിയിട്ടുണ്ട്. കാരണം പിൻഭാഗത്തെ നമുക്ക് ടെയിൽ ഗേറ്റിൽ കണ്ടതാണ്. അപ്പോൾ ആ ഒരു പോർഷൻ വലിയ ഗ്ലാസ്സാണ് പിൻഭാഗത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യൂ കൃത്യമായി കിട്ടത്തക്ക രീതിയിലുള്ളൊരു മിററാണ് നൽകിയിട്ടുള്ളത്. അത് കൃത്യമായി കിട്ടുന്നുമുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം, നമ്മൾ ഈ ഒരു ആദ്യം നമ്മളുടെ 10 പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതായത് പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ അതിൽ കൊണ്ടുവന്ന ഒരു കാര്യം ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ കളർ ടോണുകളും സീറ്റിൻ്റെ കളർ ടോണുകളും ഒക്കെയാണ്. അപ്പോൾ അതും വളരെ മനോഹരമായ സീറ്റുകൾ, വെന്റിലേറ്റഡ് സീറ്റുകളാണ്. മുൻഭാഗത്ത് 2 വെന്റിലേറ്റഡ് സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനൊക്കെ വളരെ മനോഹരമാണ് എന്ന് പറയാൻ സാധിക്കും. വളരെ മനോഹരമായ ഡിസൈനോടുകൂടി സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം പിൻഭാഗത്തും ആ ഒരു ഡിസൈൻ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മുൻഭാഗത്തെ സീറ്റുകൾ രണ്ടും വെന്റിലേറ്റഡ് ആണ്. മുൻഭാഗത്തെ ഡ്രൈവർ സൈഡ് സീറ്റ് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഡിസൈൻ ഈ ഡോർ ഹാൻഡിലുകളിലൊക്കെ
ഒരു പ്രീമിയം ഡിസൈൻ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. റൈറ്റ് സൈഡിലെ ഡോർ പാഡിലായിട്ട് ഇവിടെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചുകളും ലോക്ക് നൽകിയിട്ടുണ്ട്. ഡോറിൽ ഒരു പ്രീമിയം ഫിനിഷോട് കൂടിയിട്ട് സ്പീക്കറുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇൻറ്റീരിയറിലെ മറ്റൊരു സവിശേഷത. ഇതിൻ്റെ വിലയിലേക്ക് വരികയാണെങ്കിൽ വില 9,99,000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അത് ബാസ് വേരിയൻ്റ് ആണ്. അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് ബാറ്ററി റെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതിൻ്റെ വില വരുന്നത് 9,99,000 മുതൽ 13,31,000 വരെയാണ് അതിൻ്റെ വില വരുന്നത്. ഇനി ബാറ്ററി റെൻ്റിൽ അല്ലാതെ വാഹനത്തിൻ്റെ വില നോക്കിയാൽ 13,99,000 തുടങ്ങി 18,31,000 വരെയാണ് എക്സ്ഷോറൂം വില വരുന്നത്. ഇത് എക്സ്ഷോറൂം വിലയാണ്. അപ്പോൾ അതാണ് വാഹനത്തിൻ്റെ വില വരുന്നത്. അത് എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ് അങ്ങനെ 3 വേരിയൻ്റ് വരുന്നുണ്ട്. ഒപ്പം എക്സ്ക്ലൂസീവ് പ്രോ, എസെൻസ് പ്രോ അങ്ങനെ 2 പ്രോ വേരിയൻറ്റുകളും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള MGയുടെ ഷോറൂമിൽ പോയാൽ അവർ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് MG വിൻസർ EV പ്രോയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഡിജിറ്റൽ ഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം അതിവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വാഹനം, പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ദിസ് ഈസ് എം. നിഖിൽ കുമാർ.